പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു നല്ല രാത്രി സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നല്ലോ. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയിരുന്ന നമ്മെ ജയത്തോടെ നടത്തിയ കർത്താവിനെ അതിരങ്ങളെ തുറന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്നേഹതീരം പ്രയർ ഫാമിലി, അതിരാവിലെ തിരുസന്നിധി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് 8/8/2026 ശനിയാഴ്ച രാത്രി ആമേൻ 9:35 ആമേൻ 2026 ആമേൻ 220 ദിവസം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി തുടർമാനമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന 31ാമത്തെ രാത്രി. ഹല്ലേലൂയ. ഇന്നത്തെ ഹല്ലേലൂയ 1 മണിക്കൂർ ഹല്ലേലൂയ ആമേൻ നാം പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ആമേൻ ജീവിതം. ഹല്ലേലൂയ. അതേ ദൈവത്തിന്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് ജീവിതങ്ങളെ ശക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന ആമേൻ രാത്രിയായി ആമേൻ മാറുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം ആസ്പദമാക്കി ആമേൻ ദൈവത്തിന്റെ ആത്മാവിനാൽ അതേ നടത്തപ്പെടുന്നവർ എല്ലാവരും ദൈവത്തിന്റെ അതേ പുത്രന്മാർ പുത്രിമാർ ദൈവത്തിന്റെ മക്കൾ ആകുന്നു എന്നുള്ള ആ വചനത്തിന്റെ ആധികാരികത ഇന്ന് രാത്രി ആമേൻ പരിശുദ്ധാത്മാവിനാൽ നാം ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ആ മണ്ഡലത്തിലേക്ക് ആ മൂവ് ചെയ്യപ്പെടുന്ന ആമേൻ ഹല്ലേലൂയ അനുഭവങ്ങൾ ജീവിതത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യവും ആമേൻ സങ്കീർത്തനം 32:8 ആമേൻ സങ്കീർത്തനം 119:105 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 21 സദൃശവാക്യങ്ങൾ 3:5-6 ഗലാത്യർ 5:25 അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16:6-10 വരെ. ഹല്ലേലൂയ. ആമേൻ. ഈ വേദഭാഗങ്ങളിലൂടെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പർശനം അനുഭവിപ്പാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വനവിനായ ദൈവത്തിന്റെ കരം വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രിയിലും അനുകൂലമായി ചലിക്കും. ഹല്ലേലൂയ. 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 സ്നേഹമുള്ള ദൈവമക്കളെ, സ്നേഹദിനം പ്രയർ ഫാമിലിയുടെ ആമേൻ ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് ആമേൻ 31ാമത്തെ ഹല്ലേലൂയ ആമേൻ ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ തുടർമാനമുള്ള ആമേൻ പഠനത്തിലേക്ക് യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ എല്ലാവരെയും സ്നേഹപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് ശനിയാഴ്ച രാത്രി ഒരാഴ്ചയുടെ ഓട്ടത്തിനും അധ്വാനത്തിനും ശേഷം നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗമൊരുക്കിയ മകൾ ഭാഗ്യത്തെ സന്തോഷമായി കരുതുന്നവർ ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിക്കാം. നിങ്ങൾ എവിടെയാണെങ്കിലും ഹല്ലേലൂയ, വീട്ടിലാണെങ്കിലും വീട്ടിൽ ഹല്ലേലൂയ തന്നെ അല്ല, യാത്രയിലാണെങ്കിലും ഹല്ലേലൂയ അല്ല, യാത്രയിൽ തന്നെ നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ കർത്താവിലേക്ക് തിരിക്കൂ. കാരണം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നിറയുക ആമേൻ മാത്രം പോരാ, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടണം. ഹല്ലേലൂയ. ഇന്നലെ കൃപയാൽ നാം ചിന്തിച്ചത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ശക്തി പ്രാപിച്ച യേശുവിന്റെ സാക്ഷികളായി എഴുന്നേൽക്കുക ആമേൻ എന്നുള്ളതായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൃപയാൽ ഇന്ന് രാത്രി നാം കേൾക്കുവാൻ പോകുന്നത് ഹല്ലേലൂയ
ഹല്ലേലൂയ. അതിന്റെ അടുത്ത പടിയായി ആ ശക്തിയിൽ എങ്ങനെ നടക്കണം? ആമേൻ. അതിന്റെ ഉത്തരമാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുവാൻ പോകുന്നത്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ, ഓ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്നവർ, കാഴ്ചക്കാരെ പോലിരിക്കാതെ, ഓ കേൾവിക്കാരെ പോലിരിക്കാതെ, ഒരു ശ്രോതാക്കളായിരിക്കാതെ ഇന്ന് രാത്രി കർത്താവിൽ നിന്ന് പ്രാപിപ്പാനുള്ള വാഞ്ഛയോടെ ഒരുക്കത്തോടായിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ ജീവിക്കുവാൻ ഇന്ന് രാത്രി ചിലരെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. ഓ ശരഗബബബ ശബ്ദരാധര റീഗൽ കമനഗദരഗസി അത്തരഗദനഗം തുരി ദിഗൽ കമനദാരഗം തുരി. ഓ ഹല്ലേലൂയ. ഓ വിശ്വസിക്കുന്നവർ മൗനമായിരിക്കാതെ അതരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച് കൊണ്ടിരുന്നാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം, ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തുന്നവർ എല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാരാകുന്നു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ തമ്മിൽ ആമേൻ ഒന്ന് കരം കൊടുത്തു പറ, ആമേൻ. ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തുന്നവർ എല്ലാവരും ഹല്ലേലൂയ ദൈവത്തിന്റെ പുത്രന്മാരാകുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ദൈവത്തിൽ ഹല്ലേലൂയ ചില സമയങ്ങളിൽ ആമേൻ നമുക്ക് വഴി അറിയാതെ പോകും. ഹല്ലേലൂയ. ആമേൻ. എന്ത് തീരുമാനിക്കണം? ഹല്ലേലൂയ. ഏത് വഴി തിരഞ്ഞെടുക്കണം? എവിടേക്ക് പോകണം? എന്ത് ചെയ്യണം? ആരെയാണ് വിശ്വസിക്കേണ്ടത്? എന്നിങ്ങനെ പല ചോദ്യങ്ങൾ. ഹല്ലേലൂയ. പക്ഷേ അവൻ ദൈവം നമ്മെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? ഹല്ലേലൂയ. സങ്കീർത്തനം 32:8, ആമേൻ. നീ നടക്കേണ്ട വഴി ഞാൻ നിന്നെ ഉപദേശിച്ച് കാണിച്ചു തരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ സ്വർഗത്തിലെ ദൈവം ആമേൻ നടക്കേണ്ടുന്ന വഴി ആമേൻ കാണിച്ചു തരുന്ന രാത്രിയാകട്ടെ. ഹല്ലേലൂയ. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കൂ. ഹല്ലേലൂയ. എനിക്ക് വഴി അറിയില്ലെങ്കിലും എൻ്റെ ദൈവത്തിന് വഴി അറിയാം. എനിക്ക് ഭാവി അറിയില്ലെങ്കിലും എൻ്റെ ദൈവത്തിന് ഭാവി അറിയാം. എനിക്കെല്ലാം മനസ്സിലാകുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവ് എന്നെ നയിക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ട്. ഓ വഴി അറിയാതെ ഉഴലുവാനല്ല, വഴി കാണിക്കുന്നവർ. ഇന്ന് രാത്രി നിനക്ക് വഴി അറിയില്ലെങ്കിലും നിനക്ക് മുമ്പോട്ട് പോകുവാനുള്ള വഴി തുറക്കുന്നവർ. നിന്റെ ഭാവി എന്താകും? നിന്റെ തലമുറയുടെ ഭാവി എന്താകും? ആശങ്കപ്പെട്ടിരിക്കുന്ന ജീവിതമേ, ഇന്ന് രാത്രി അവേ നിനക്ക് ഭാവി അറിയില്ലെങ്കിലും അവേ നിന്റെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിലാ. ഓ ശരഗബബ ശബ്ദരഗദനഗസി. നിന്റെ തലമുറയുടെ ഭാവി സുരക്ഷിതമായിരിക്കാൻ ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാം മനസ്സിലാകുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവിന് എല്ലാം മനസ്സിലാകും. അവൻ നമ്മെ നയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ആരാധനയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങളെ നോക്കാതെ യേശുവിലേക്ക് നോക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഭയങ്ങളെ നോക്കാതെ യേശുവിലേക്ക് നോക്കാം. നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള ആശങ്കകൾ മാറ്റിവെച്ച അവന്റെ കയ്യിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഓ ശരഗബബബ ശബ്ദരെ. സദൃശവാക്യങ്ങൾ 3:5-6 ആമേൻ ഇപ്രകാരം വായിക്കുന്നു: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്ക, നിന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഹല്ലേലൂയ. നിന്റെ എല്ലാ വഴികളിലും അവനെ നിനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കുക. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ആമേൻ ഒരുമിച്ച് ആമേൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. യേശുവേ, എന്റെ വഴി ഹല്ലേലൂയ നീ നടത്തണമേ.
എന്റെ പാതകളേക്കാൾ, എന്റെ പദ്ധതികളേക്കാൾ നിന്റെ പദ്ധതി നടക്കട്ടെ. എന്റെ ഇഷ്ടത്തേക്കാൾ നിന്റെ ഇഷ്ടം നടക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളുടെ വീടുകളെ നയിക്കണമേ, ഞങ്ങളുടെ മക്കളെ നയിക്കണമേ, ഞങ്ങളുടെ ശുശ്രൂഷയെ നയിക്കണമേ. ഹല്ലേലൂയ. ചേർന്ന് പാടാം. താങ്ക് യു ലോർഡ് ജീസസ്. യേശുവേ, എന്റെ വഴി നീ നടത്തണമേ. എൻ ജീവിതം നിൻ കൈകളിൽ ഏൽപ്പിക്കണമേ. എൻ കണ്ണുകൾ എന്നും നിന്നിലേക്കുയരട്ടെ. എൻ കാതുകൾ നിൻ ശബ്ദം കേൾക്കട്ടെ. പരിശുദ്ധാത്മാവേ, എന്നെ നയിക്കണമേ. ഓരോ ചുവടിലും നീ കൂടെയുണ്ടാകണമേ. എനിക്കറിയാത്ത വഴികളിലൂടെ നടക്കുമ്പോൾ നിന്റെ കൈ പിടിച്ചെന്നെ നടത്തണമേ. ആഗ്രഹങ്ങളും പദ്ധതികളും നിന്നിതാ നിൻ കാൽക്കൽ സമർപ്പിക്കുന്നു. എൻ സ്വപ്നങ്ങൾ എന്തായാലും നിന്റെ ഇഷ്ടം മാത്രം എന്നിൽ നടക്കണമേ. രാത്രി ദൈവകരത്തിൽ സമർപ്പിക്കപ്പെടാമോ? എന്റെ ഇഷ്ടമൊന്നും വേണ്ട കർത്താവേ, നിന്റെ ഇഷ്ടം മാത്രം എന്നിൽ നടക്കണം. തെറ്റിപ്പോകുന്ന വഴികളിൽ നിന്ന് കാക്കണമേ. സത്യത്തിന്റെ വഴിയിൽ എന്നെ ഉറപ്പിക്കണമേ. തെറ്റിപ്പോകുന്ന വഴികളിൽ കാക്കണമേ. സത്യത്തിന്റെ വഴിയിൽ എന്നെ ഉറപ്പിക്കണമേ. എൻ വീടിനുള്ളിൽ നിൻ സാന്നിധ്യം നിറയണമേ. എൻ കുടുംബത്തെ നിൻ കൈകളിൽ കാത്തുകൊള്ളണമേ. എൻ മക്കൾ നിന്നെ അറിഞ്ഞു വളരട്ടെ. എൻ തലമുറ നിൻ സാക്ഷികളായി മാറട്ടെ. നീ വിളിച്ചാൽ ഞാൻ മുന്നോട്ട് പോകും. നീ കാത്തിരിക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ കാത്തിരിക്കും. എനിക്കെല്ലാം മനസ്സിലാകാത്തപ്പോഴും നിന്നെ വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് നടക്കും. പരിശുദ്ധാത്മാവേ, എന്നെ നടത്തണമേ. യേശുവിന്റെ വഴിയിൽ എന്നെ നയിക്കണമേ. നീ എന്റെ വഴി, നീ എന്റെ സത്യം, നീ എന്റെ ജീവൻ. യേശുവേ, നീയെല്ലാം. പരിശുദ്ധാത്മാവേ, എന്നെ നിറയ്ക്കണമേ. എന്നെ നയിക്കണമേ. എന്നെ നടത്തണമേ. യേശുവേ, എന്റെ ജീവിതം മാത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർ പറയും ഹല്ലേലൂയ, യേശുവേ നീയേ എല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, യേശുവേ നീയേ എല്ലാം.
പരിശുദ്ധാത്മാവേ, എന്നെ നിറയ്ക്കണമേ, എന്നെ നയിക്കണമേ, എന്നെ നടത്തണമേ. യേശുവേ, എന്റെ ജീവിതം നിനക്കായി മാത്രം. ഹല്ലേലൂയ. പ്രിയരെ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഈ കൂട്ടായ്മയിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെന്നെണ്ണി എന്നെയും കുടുംബത്തെയും നമ്മെ ഓരോരുത്തരെയും നിർത്തിയിരിക്കുന്ന സർവ കൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുന്നതോടൊപ്പം സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും ഇത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലിനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ചിന്ത പങ്കിട്ട് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. പ്രിയരെ, സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന ഫേസ്ബുക്ക് പേജിലൂടെയല്ല, ഷിജു ജോസ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് ഈ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആമേൻ. പലരും ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജ് ആമേൻ ഓപ്പൺ ചെയ്ത് നോക്കാറുണ്ട്. ആമേൻ. അതിലല്ല ലൈവ് നടക്കുന്നത്. ആമേൻ. ഷിജു ജോസ് എന്ന് പറയുന്ന ആമേൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലാണ്, അത് പബ്ലിക്കാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദയവായി ആമേൻ നിങ്ങൾ ഹല്ലേലൂയ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലിയിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. ആമേൻ. ഷിജു ജോസ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ആമേൻ അതേ ലൈവ് ആമേൻ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദയവായി ശ്രദ്ധിക്കുമല്ലോ. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേൻ നമ്മെ പരിശുദ്ധാത്മാവ് ആമേൻ നയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ കാഴ്ചക്കാരെ പോലിരിക്കാതെ, കേൾവിക്കാരെ പോലിരിക്കാതെ, ഒരു ശ്രോതാവായി ഇരിക്കാതെ ആത്മാവിനോട് ചേർന്ന് നടക്കുവാൻ സമർപ്പിക്കപ്പെടുവാൻ ഇടയാകണം. ആമേൻ. ചിന്തയ്ക്ക് ആധാരമായി റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കാം. ഹല്ലേലൂയ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ അല്ലെങ്കിൽ നടക്കുന്നവർ, ഹല്ലേലൂയ, എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു, അഥവാ പുത്രന്മാരും പുത്രിമാരുമാകുന്നു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ തമ്മിൽ ഒരിക്കൽ കൂടെ കരം കൊടുത്ത് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനാൽ ആമേൻ നടക്കുന്നവർ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ എല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാർ പുത്രിമാർ അല്ലെങ്കിൽ മക്കൾ ആകുന്നു. ഹല്ലേലൂയ. ഇവിടെ ഒരു വാക്ക് വളരെ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനാൽ നടക്കുന്നവർ, ഹല്ലേലൂയ, നടത്തുന്നവർ, ആത്മാവിനാൽ നടത്തപ്പെടുക. പ്രൈസ് ദി ലോർഡ്. അതായത് ഓരോ തീരുമാനത്തിലും ദൈവത്തിന്റെ നേതൃത്വത്തിന് സ്ഥാനം നൽകുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ 2 വഴികളുണ്ട്. സ്തോത്രം. എല്ലാവരുടെ ജീവിതത്തിൽ ആമേൻ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ഞാൻ തീരുമാനിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ജീവിതത്തിൽ ഒട്ടുമുക്കാലും ആളുകളും ആമേൻ
എടുക്കുന്ന തീരുമാനം ഞാൻ തീരുമാനിക്കും. എൻ്റെ മക്കളുടെ കാര്യം ഞാൻ തീരുമാനിക്കും. എൻ്റെ ഭാവി കാര്യം ഞാൻ തീരുമാനിക്കും. ആമേൻ. എൻ്റെതാകുന്ന ആമേൻ വീട്ടിലെ കാര്യങ്ങൾ, ആമേൻ ജോലി കാര്യങ്ങൾ, ആമേൻ വിദ്യാഭ്യാസ കാര്യങ്ങൾ, ആമേൻ ഞാൻ തീരുമാനിക്കും. അല്ലേ? ചില മക്കൾ പറയാറില്ലേ, ചില ഭാര്യമാർ പറയാറില്ലേ, ചില ഭർത്താക്കന്മാർ പറയാറില്ലേ, ചില അപ്പനമ്മമാർ പറയാറില്ലേ, ചില നേതാക്കന്മാർ പറയാറില്ലേ, ആമേൻ ചില അണികൾ പറയാറില്ലേ, ആമേൻ ഞാൻ തീരുമാനിക്കും. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി ഒരു കൂട്ടര് മറ്റൊന്ന്, ആമേൻ ദൈവമേ നീ കാണിക്കുന്ന വഴി ഞാൻ തിരഞ്ഞെടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതത്തിൽ എന്ത് കാര്യമായാലും ആമേൻ, അത് വ്യക്തിപരമാകട്ടെ, ആമേൻ മക്കളുടേതാകട്ടെ, ആമേൻ അത് ജോലിയുടേതാകട്ടെ, അത് ഭാവിയുടേതാകട്ടെ, ഹല്ലേലൂയ, ആമേൻ ഇങ്ങനെ തീരുമാനമെടുക്കുന്നവരുണ്ട്. ദൈവമേ നീ കാണിക്കുന്ന വഴി ഞാൻ തിരഞ്ഞെടുക്കാം. പ്രിയരെ, രണ്ടാമത്തെ വഴിയാണ് ആത്മാവിന്റെ നടത്തിപ്പ്. ഒന്നാമത്തെ വഴി എന്താ? ഞാൻ തീരുമാനിക്കും. എന്ത് പഠിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, എവിടെ പോകണമെന്ന് ഞാൻ തീരുമാനിക്കും, എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ആമേൻ. എന്നോട് ആരും ഒന്നും പറയേണ്ട കാര്യമില്ല, ഞാൻ തീരുമാനിക്കും. ആമേൻ. ആ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ തീരുമാനത്തെ ദൈവം എന്ത് ചെയ്യട്ടെ? അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഇനിയൊരു കൂട്ടരെടുക്കുന്ന തീരുമാനം എന്താ? ആമേൻ. ദൈവമേ നീ കാണിക്കുന്ന വഴി ഞാൻ തെരഞ്ഞെടുക്കാം. ഹല്ലേലൂയ. എനിക്ക് എന്റേതാകുന്ന ജീവിതത്തിൽ ആമേൻ ഞാനെന്ന വ്യക്തി എടുക്കുന്ന തീരുമാനമല്ല, എന്റെ ജീവിതത്തിൽ ഞാനല്ല, നീ എന്നിൽ വസിച്ച് നീ എടുക്കുന്ന തീരുമാനം, നീ തുറക്കുന്ന വഴി, ദൈവമേ നീ കാണിക്കുന്ന വഴി ഞാൻ തിരഞ്ഞെടുക്കാം. ഹല്ലേലൂയ. പ്രിയരെ, രണ്ടാമത്തെ വഴിയാണ് ആത്മാവിന്റെ നടത്തിപ്പ്. ഹല്ലേലൂയ. ആമേൻ. ആത്മാവിന്റെ നടത്തിപ്പിൽ നടക്കാൻ പ്രൈസ് ദി ലോർഡ് സമർപ്പണം വേണം. എന്ത് വേണം? ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. എന്ത് വേണം? ആമേൻ. പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സമർപ്പണം വേണം. നമ്മൾ ദൈവത്തോട് പറയണം, കർത്താവേ എന്റെ ഇഷ്ടം മാത്രമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഹല്ലേലൂയ. യേശു ഗത്സമനയിൽ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ലൂക്കോസിന്റെ സുവിശേഷം 22:42 ആമേൻ നമുക്കത് കാണുവാൻ കഴിയുന്നു. പിതാവേ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർ ദൈവകരങ്ങളിൽ സമർപ്പിക്കും? പിതാവേ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ള കയ്യിലിരിക്കുമ്പോൾ ആരുമില്ലേനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ള കയ്യിലിരിക്കുമ്പോൾ ആരുമില്ലേനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്ക് വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്ക് വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാൻ അറിയുന്നു, തൻഹിതമാണെന്നു ഞാൻ അറിയുന്നു.
എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമാ എന്റെ ഇഷ്ടമൊന്നും ചേർന്ന് പാടാമോ? വേണ്ട പ്രിയേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കേണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് സമർപ്പണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ നടത്തിപ്പ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നമ്മുടെ നിയന്ത്രണം അവന് കൊടുക്കണം പ്രിയരെ. ഹല്ലേലൂയ. ആത്മാവിന്റെ നടത്തിപ്പിൽ നടക്കുവാൻ വചനത്തിൽ നിലനിൽക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം 119 105 ഹല്ലേലൂയ ഇങ്ങനെ വായിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയരെ, ആമേൻ. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ദൈവം നമ്മെ നയിക്കുന്ന പ്രധാന മാർഗം അവന്റെ വചനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം വായിക്കാതെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കരുത്. ഹല്ലേലൂയ. വചനത്തെ അറിയാതെ ഓരോ വികാരത്തെയും ദൈവത്തിന്റെ ശബ്ദമെന്ന് കരുതരുത്. പരിശുദ്ധാത്മാവ് ഒരിക്കലും വചനത്തിന് വിരുദ്ധമായി നമ്മെ നയിക്കുകയില്ല. ഹല്ലേലൂയ. ആത്മാവിന്റെ നടത്തിപ്പിൽ നടക്കാൻ പ്രിയരെ ക്ഷമ വേണം. ഹല്ലേലൂയ. ചിലപ്പോൾ ദൈവം പറയുന്നു പോകൂ, ചിലപ്പോൾ ദൈവം പറയുന്നു നിൽക്കൂ, ചിലപ്പോൾ ദൈവം പറയുന്നു കാത്തിരിക്കൂ. പ്രിയരെ, കാത്തിരിപ്പ് ദൈവത്തിന്റെ അഭാവമല്ല, ദൈവത്തിന്റെ സമയത്തിനുള്ള തയ്യാറെടുപ്പാണ്. ഇന്ന് രാത്രി ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ചിലര് കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. അത് ദൈവം നിന്നെ മറന്നതല്ല, ദൈവം നിന്നെ കൈവിട്ടതല്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചതല്ല, ദൈവത്തിന്റെ സമയത്തിനുള്ള തയ്യാറെടുപ്പാണ്. സങ്കീർത്തനം 27:14 ഭക്തൻ ഇങ്ങനെ രേഖപ്പെടുത്തി, ഞാൻ യഹോവയെ കാത്തിരുന്നു. സ്തോത്രം. വായിച്ചാട്ടെ. സങ്കീർത്തനം 27:14. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ ശരഗബ ശബ്ദനഗദനഗസ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. പ്രിയരെ, യഹോവയെ കാത്തിരിക്കുക, ധൈര്യപ്പെടുക. നിങ്ങളേറെ കാലമായി കാത്തിരിക്കുകയാണോ? മക്കളുടെ വിവാഹത്തിനായി, ജോലിക്കായി, ഒരു വാതിൽ തുറക്കാൻ, ഒരു കുടുംബത്തിന്റെ മാറ്റത്തിനായി, ഒരു പ്രാർത്ഥനയുടെ ഉത്തരത്തിനായി കാത്തിരിക്കുന്ന കാലത്തും പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം പ്രിയരെ തിരിച്ചറിയണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് നടക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക എന്നത് ഒരു വലിയ ആത്മീയ അനുഗ്രഹമാണ്. പക്ഷെ അതിന് ഒരു ബന്ധം വേണം.
ഹല്ലേലൂയ. ആടുകൾ ഇടയന്റെ ശബ്ദം തിരിച്ചറിയുന്നത് അവൻ ഇടയനോടൊപ്പം ജീവിക്കുന്നതിനാലാണ്. ഹല്ലേലൂയ. അതുപോലെ ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയാൻ വചനത്തിൽ സമയം ചെലവഴിക്കണം, പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കണം, ദൈവ സന്നിധിയിൽ കാത്തിരിക്കണം. ഹല്ലേലൂയ. ലോകത്തിന്റെ ശബ്ദവും ദൈവത്തിന്റെ ശബ്ദവും ഇന്ന് നമ്മുടെ ചുറ്റും അനേക ശബ്ദങ്ങളുണ്ട്, അല്ലേ? ഹല്ലേലൂയ. ഇന്ന് പല ശബ്ദങ്ങളാണ് നമ്മളിൽ പലരും കേട്ടുകൊണ്ടിരിക്കുന്നത്. നിനക്ക് കഴിയില്ല, നിന്റെ സമയം കഴിഞ്ഞു, നീ പരാജയപ്പെട്ടു, ആരും നിന്നെ സഹായിക്കില്ല. ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കേട്ട നീ തകർന്നു പോകരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഏതൊക്കെയോ ശബ്ദം കേട്ട് തകർന്നിരിക്കുന്ന ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. മനുഷ്യർ പറയുന്നത് അവസാനിച്ചു. ഹല്ലേലൂയ. ദൈവം പറയുന്നു, ഞാൻ പുതിയ കാര്യം ചെയ്യുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ പറയുന്നത് നിനക്ക് കഴിയില്ല. സ്തോത്രം. ദൈവം പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി. ഓ, ഇന്ന് രാത്രി ആരുടെയൊക്കെയോ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയാവനിക്കുകയാണ്. അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാ. ആമേൻ. അത് അസാധ്യമായ മേഖലകളെ സാധ്യമാക്കുന്നതാ. ഇന്ന് രാത്രി ആയിരങ്ങൾ, പതിനായിരങ്ങൾ ആമേൻ ഈ ലൈവിൽ വന്ന് അനുഗ്രഹം പ്രാപിച്ചില്ലെങ്കിലും ഒരു വ്യക്തി അനുഗ്രഹം പ്രാപിച്ചാൽ, ഒരു വ്യക്തി വിടുതൽ പ്രാപിച്ചാൽ, ആമേൻ, ഒരു വ്യക്തി ഈ ലൈവിൽ കണക്ട് ആയാൽ ആ വ്യക്തിയിലൂടെ ആയിരങ്ങളെ, പതിനായിരങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി ഉരുവാക്കുവാൻ ശക്തനായ ദൈവം നൽകിയ നിയോഗത്തോടെ ദൈവം നൽകിയ ദൂത് വിളിച്ചു പറയുമ്പോൾ, ഓ, അന്തരീക്ഷ മണ്ഡലങ്ങളിലൂടെ ആമേൻ, ഹല്ലേലൂയ, എന്റെ ശബ്ദത്തിലൂടെ ചെല്ലുന്ന ആമേൻ ഈ വചനം അതിന്റെ പ്രവൃത്തി ചെയ്തെടുക്കുക തന്നെ ചെയ്യും. ചില കുടുംബങ്ങൾക്കകത്ത്, ചില ജീവിതങ്ങൾക്കകത്ത് ആമേൻ, ചില പ്രിയപ്പെട്ടവരിൽ ആമേൻ അസാധ്യമായ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയാ. ഓ, വിശ്വസിക്കുന്നവർ കരമടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാക്ക. ഓ, സ്തുതികളിമേ വസിക്കുന്നവൻ, സർവശക്തനായവൻ, സർവജ്ഞാനിയായവൻ, സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. എന്റെ കൃപ നിനക്ക് മതി, ഞാൻ തകർന്നു പോകാഞ്ഞതും കൃപയേ, ദൈവ കൃപയേ, ഞാൻ ജീവനോടിരിക്കുന്നതും കൃപയേ, ദൈവ കൃപയേ, 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 ദൈവ കൃപയേ, ഞാൻ ജീവനോടിരിക്കുന്നതും കൃപയാ, ദൈവ കൃപയാ. ഇന്ന് രാത്രിയിലും ആമേൻ കൃപയാ. ഹല്ലേലൂയ. മനുഷ്യർ പറയുന്നത് നിനക്ക് കഴിവില്ല, നിനക്ക് കഴിയില്ല. ദൈവം പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി.
ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുമ്പോൾ താഴ്മയുള്ളവർക്കോ അവൻ അധിക കൃപ നൽകുന്നു, അധിക കൃപ നൽകുന്നു. ഇന്ന് രാത്രി വചനത്തിന് മുമ്പിൽ ആമേൻ സമർപ്പിക്കപ്പെടുന്നവരുണ്ടോ? ആമേൻ തന്നെത്താൻ താഴ്ത്തുന്നവരുണ്ടോ? അവരുടെ മേൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുകയാ, ദൈവത്തിന്റെ കൃപ പകരപ്പെടുകയാ. ദൈവത്തിന്റെ ശബ്ദം ആമേൻ വചനത്തോട് യോജിക്കുന്നു. പ്രിയരെ, ഒരു സന്ദേശം, ഒരു സ്വപ്നം, ദർശനം, വികാരം, ഉപദേശം എന്ത് തന്നെയായാലും അത് വചനത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരാളൊരു സന്ദേശം പറയുമ്പോൾ, ഒരാൾ പ്രസംഗിക്കുമ്പോൾ, ഒരാള് ഒരു സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ, ഒരാള് ഒരു ദർശനം കണ്ടു എന്ന് പറയുമ്പോൾ, ഉപദേശം പറയുമ്പോൾ, ആത്മാവിന്റെ വികാരങ്ങൾ ആമേൻ വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ, എന്ത് തന്നെയായാലും അത് വചനത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ആത്മാക്കളെ പരീക്ഷിക്കണമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. പ്രിയരെ, അതുകൊണ്ട് ആത്മീയ വിവേചനം ആവശ്യമാണ്. എല്ലാ ശബ്ദവും ദൈവത്തിന്റെ ശബ്ദമല്ല. എല്ലാ അവസരവും ദൈവം തുറന്ന വാതിലല്ല. എല്ലാ അടഞ്ഞ വാതിലും ശത്രുവിന്റെ ആക്രമണമല്ല. ഇത് മനസ്സിലാക്കണം പ്രിയരെ. ദൈവം അടയ്ക്കുന്ന വാതിലുണ്ട്. ഹല്ലേലൂയ. ആത്മീയ വിവേചനം ആവശ്യമാണ്. എല്ലാ ശബ്ദവും ദൈവത്തിന്റെ ശബ്ദമല്ല. എല്ലാ അവസരവും ദൈവം തുറന്ന വാതിലല്ല. എല്ലാ അടഞ്ഞ വാതിലും ശത്രുവിന്റെ ആക്രമണമല്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം. ഹല്ലേലൂയ. അടഞ്ഞ വാതിലുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പൗലോസും കൂട്ടരും ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ ശ്രമിച്ചു, പക്ഷേ പരിശുദ്ധാത്മാവ് അനുവദിച്ചില്ല. സ്തോത്രം. പിന്നീട് മക്കദോനിയയിലേക്കുള്ള ദർശനം ലഭിച്ചു. ഇവിടെ ഒരു വലിയ പാഠം പരിശുദ്ധാത്മാവ് നൽകിയ. പ്രിയരെ, ഈ ഭാഗത്ത് നിന്ന് ഒരു വലിയ പാഠം ആമേൻ പരിശുദ്ധാത്മാവ് ആമേൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം ചില വാതിലുകൾ അടയ്ക്കുന്നത് നമ്മെ തടയാനല്ല, ആ ശരിയായ വാതിലിലേക്ക് നയിക്കാനാണ്. ഇന്നൊരു വാതിൽ അടഞ്ഞതുകൊണ്ട് നിങ്ങൾ കരയുകയാണോ? ഹല്ലേലൂയ. പറയൂ, കർത്താവേ, ഞാൻ മനസ്സിലാക്കുന്നില്ലെങ്കിലും നിന്നെ വിശ്വസിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും നിന്നെ വിശ്വസിക്കുന്നു. സദൃശവാക്യങ്ങൾ 3:5-6 അനുസരിച്ച് ആമേൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സ്വന്തം വിവേകത്തിൽ ഊന്നാതെ അവനിൽ ആശ്രയിക്കൂ, അവനിൽ ആശ്രയിക്കൂ. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ കുടുംബവും നമ്മുടെ തലമുറയും ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിയണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ സന്ദർശിക്കുകയാണ്, ചില തലമുറകളെ സന്ദർശിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയരെ, ദൈവത്തിന്റെ നടത്തിപ്പ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാത്രം അവസാനിക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ കുടുംബവും
ദൈവത്തിന്റെ വഴിയിൽ നടക്കണം. അതുകൊണ്ടാണ് യോശുവയുടെ പുസ്തകം 24:15 നാം എപ്പോഴും വായിക്കാനും കേൾക്കാനും പ്രബോധിപ്പിക്കുവാനും ധ്യാനിക്കാനുമുള്ള വചനമാണ്. ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആ വചനം കേൾക്കുമ്പോ ആമേൻ കുടുംബത്തിലുള്ള എല്ലാവരും ആമേൻ യഹോവയെ സേവിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങണം. ആമേൻ. ഇത് ഒരു ശക്തമായ കുടുംബ പ്രഖ്യാപനമാണ്. ഹല്ലേലൂയ. മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിതം ഒരു മാതൃകയാകട്ടെ. നിങ്ങളുടെ മക്കളിൽ നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ജീവിക്കുന്നതിൽ നിന്ന് പഠിക്കും. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? അവർ പഠിക്കും. നിങ്ങൾ വചനത്തെ ബഹുമാനിക്കുന്നുണ്ടോ? അവർ പഠിക്കും. നിങ്ങൾ ക്ഷമിക്കുന്നുണ്ടോ? അവർ പഠിക്കും. നിങ്ങൾ വിശുദ്ധിയിൽ നടക്കുകയാണോ? അവർ പഠിക്കും. അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് ഏറ്റവും വലിയ സമ്മാനം ഹല്ലേലൂയ ദൈവ സന്നിധിയിൽ നടക്കുന്ന മാതാപിതാക്കളാണ്. ഹല്ലേലൂയ. യുവതി യുവാക്കളെ, യുവജനങ്ങളെ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കൂ. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. നിന്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത്. സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞേ, യൗവനക്കാരാ, യൗവനക്കാരി, നിന്റെ പ്രായം ദൈവത്തിന് തടസ്സമല്ല. നിങ്ങളുടെ പശ്ചാത്തലം ദൈവത്തിന് തടസ്സമല്ല. നിങ്ങളുടെ കഴിഞ്ഞ കാലം തടസ്സമല്ല. ദൈവത്തിന്റെ കയ്യിൽ സമർപ്പിച്ച യുവജീവിതം ശക്തമായ സാക്ഷ്യമാകും. ഹല്ലേലൂയ. ലോകത്തിന്റെ ശബ്ദം കേട്ട നിങ്ങളുടെ വിളി നഷ്ടപ്പെടുത്തരുത്. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കൂ. വചനത്തിൽ നടക്കൂ. വിശുദ്ധിയിൽ നിലനിൽക്കൂ. യേശുവിനെ പിന്തുടരൂ. ഹല്ലേലൂയ. ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ഗ്രാമങ്ങളിൽ നിന്ന് ഹല്ലേലൂയ, പട്ടണങ്ങളിൽ നിന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഗ്രാമങ്ങളിൽ നിന്ന്, പട്ടണങ്ങളിൽ നിന്ന്, നഗരങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന്, വിവിധ ഭാഷകളിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു തലമുറ. ഹല്ലേലൂയ. Thank you, Jesus. Hallelujah. Thank you, Jesus. Hallelujah. ഒരു തലമുറ ഉയർന്നു വരട്ടെ. അവർ വചനത്തെ സ്നേഹിക്കട്ടെ, പ്രാർത്ഥനയെ സ്നേഹിക്കട്ടെ, വിശുദ്ധിയെ സ്നേഹിക്കട്ടെ, സുവിശേഷം അറിയിക്കട്ടെ. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ എത്ര പേർ തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കും? ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ
കൈകൾ ഉയർത്തി പറയൂ, പരിശുദ്ധാത്മാവേ എന്നെ നടത്തണമേ, എന്റെ വഴികൾ നേരെയാക്കണമേ, എന്റെ തീരുമാനങ്ങളിൽ എന്നെ നയിക്കണമേ. എന്റെ കുടുംബത്തെ നയിക്കണമേ, എന്റെ മക്കളെ നയിക്കണമേ, എന്റെ തലമുറയെ നയിക്കണമേ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഓരോ മകനെയും മകളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നടത്തണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയുവാനുള്ള കൃപ നൽകണമേ. തെറ്റായ വഴികളിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ. തിടുക്കത്തിലുള്ള തീരുമാനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ. ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കാനുള്ള ക്ഷമ നൽകണമേ. അടഞ്ഞ വാതിലുകളിൽ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കട്ടെ. തുറന്ന വാതിലുകളിൽ അഹങ്കരിക്കാതിരിക്കട്ടെ. എല്ലാ വഴികളിലും യേശുവിനെ മുമ്പിൽ വെക്കാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നയിക്കണമേ, ഞങ്ങളുടെ മക്കളെ നയിക്കണമേ, ഞങ്ങളുടെ യുവജനങ്ങളെ നയിക്കണമേ, ഞങ്ങളുടെ ശുശ്രൂഷകരെ നയിക്കണമേ, ഞങ്ങളുടെ സഭയെ നയിക്കണമേ. കർത്താവേ, ഇതാണ് വഴി, ഇതിൽ നടക്കുവിനെന്ന് അങ്ങയുടെ ശബ്ദം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴങ്ങട്ടെ, ഞങ്ങളുടെ കാതുകളിൽ കേൾക്കട്ടെ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ ഇഷ്ടത്തിനായി സമർപ്പിക്കുന്നു. രാത്രി ലൈവിൽ പങ്കാളികളായ എല്ലാവരെയും, അവരുടെ കുടുംബങ്ങളെയും തലമുറകളെയും അങ്ങയുടെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ദിവസം ഹല്ലേലൂയ കേട്ട തിരുവചനത്തിലെ ഒരു വാക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കൂ. പരിശുദ്ധാത്മാവിനാൽ നിറയുക മാത്രമല്ല, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുകയും ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കൂ, വചനത്തിൽ പരിശോധിക്കൂ, പ്രാർത്ഥിച്ച് തീരുമാനിക്കൂ, ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കൂ. നിന്റെ വഴി കർത്താവ് നേരെയാക്കും. നിങ്ങളുടെ വീടുകളിൽ സമാധാനമുണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം നിറയട്ടെ. നിങ്ങളുടെ മക്കൾ കർത്താവിന്റെ വഴിയിൽ നടക്കട്ടെ. നിങ്ങളുടെ ജീവിതം യേശുവിന്റെ സാക്ഷിയാകട്ടെ. എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും കർത്താവിന് മാത്രം. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി, മാറാനാഥ, എബനേസറായി ദൈവം കൂടെ ഇരിക്കട്ടെ. ആമേൻ. പുതിയ ആഴ്ച പുത്തൻ അനുഭവത്തോടെ ജീവിപ്പാൻ എല്ലാവർക്കും ദൈവം കൃപ ചെയ്യട്ടെ. ദൈവഹിതമായ നാളെ ആരാധനയുണ്ട്. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ
ഓൺലൈൻ ആരാധനയിൽ പങ്കാളികളാകുവാൻ സാഹചര്യം ലഭിക്കുന്നവർ കടന്നു വരിക. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നാളെ രാത്രിയിലും ദൈവഹിതമായാൽ നമുക്ക് ഒരുമിച്ച് കൂടി വരാം. അതുവരെ കർത്താവ് എല്ലാവർക്കും ആമേൻ താങ്ങായി തണലായി കൂടെ ഇരിക്കട്ടെ. ആമേൻ. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു. സീ യു അഗൈൻ. ഹല്ലേലൂയ. യേശുവേ, എന്റെ വഴി നീ നടത്തണമേ. എൻ ജീവിതം നിൻ കൈകളിൽ ഏൽപ്പിക്കണമേ. എൻ കണ്ണുകൾ എന്നും നിന്നിലേക്കുയരട്ടെ. എൻ കാതുകൾ നിൻ ശബ്ദം കേൾക്കട്ടെ. പരിശുദ്ധാത്മാവേ, എന്നെ നയിക്കണമേ. ഓരോ ചുവടിലും നീ കൂടെ ഉണ്ടാകണമേ. എനിക്കറിയാത്ത വഴികളിലൂടെ നടക്കുമ്പോൾ നിന്റെ കൈ പിടിച്ചെന്നെ നടത്തണമേ. എന്നാഗ്രഹങ്ങളും പദ്ധതികളും ഇന്നിതാ നിൻ കാൽക്കൽ സമർപ്പിക്കുന്നു. എൻ സ്വപ്നങ്ങൾ എന്തായാലും നിന്റെ ഇഷ്ടം മാത്രം എന്നിൽ നടക്കണമേ. തെറ്റിപ്പോകുന്ന വഴികളിൽ നിന്നും കാക്കണമേ. സത്യത്തിന്റെ വഴിയിൽ എന്നെ ഉറപ്പിക്കണമേ. എൻ വീടിനുള്ളിൽ നിൻ സാന്നിധ്യം നിറയണമേ. എൻ കുടുംബത്തെ നിൻ കൈകളിൽ കാത്തുകൊള്ളണമേ. എൻ മക്കൾ നിന്നെ അറിഞ്ഞു വളരട്ടെ. എൻ തലമുറ നിൻ സാക്ഷികളായി മാറട്ടെ. നീ വിളിച്ചാൽ ഞാൻ മുന്നോട്ട് പോകും. നീ കാത്തിരിക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ കാത്തിരിക്കും. എനിക്കെല്ലാം മനസ്സിലാകാത്തപ്പോഴും നിന്നെ വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് നടക്കും. പരിശുദ്ധാത്മാവേ, എന്നെ നടത്തണമേ. യേശുവിന്റെ വഴിയിൽ എന്നെ നയിക്കണമേ. നീയേ എന്റെ വഴി, നീയേ എന്റെ സത്യം, നീയേ എന്റെ ജീവൻ. യേശുവേ, പരിശുദ്ധാത്മാവേ, എന്നെ നിറയ്ക്കണമേ. എന്നെ നയിക്കണമേ. എന്നെ നടത്തണമേ. യേശുവേ, എന്റെ ജീവിതം നിനക്കായി മാത്രം.